കാസർഗോഡ് ബയാറിലെ ലോറി ഡ്രൈവർ ആസിഫിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത് വന്നിരിക്കുകയാണ്. കൊലപാതകം സംശയിക്കുന്ന കേസിലെ അന്വേഷണം അട്ടിമറിച്ചുവെന്ന് കുടുംബം ആരോപിക്കുന്നു. യുവാവിന്റെ മരണത്തിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണമെന്ന് കർമ്മസമിതിയും ആവശ്യപ്പെട്ടു. ജനുവരി 15 രാത്രി 1:45 ആസിഫിനെ ബായാർ ഗാളിയടുക്കിയിലെ റോഡരികിൽ നിർത്തിയിട്ട ടിപ്പർ ലോറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുലർച്ചെ 1 മണിയോടെ ലോറിയുമായി വീട്ടിൽ നിന്ന് പോയതായിരുന്നു. പിന്നീട് ലോറിക്കുള്ളിൽ അവശനിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസുകാർ ആസിഫിനെ ആംബുലൻസിൽ ബന്ദിയോട്ടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടുപ്പിലിനുണ്ടായ പൊട്ടലാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പക്ഷേ ആസിഫിന്റെ ശരീരത്തിൽ കണ്ട പാടുകൾ മരണത്തിൽ സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നതായി ബന്ധുക്കൾ മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും നൽകിയ പരാതിയിൽ പറയുന്നു. ടിപ്പർ ലോറിയിൽ നിന്ന് പോലീസ് ലാത്തിയുടെ കഷ്ണം കണ്ടെത്തിയതും മരണത്തിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് ആക്ഷൻ ഭാരവാഹികൾ ആരോപിച്ചു. ഈ മരണത്തിൽ ഞങ്ങൾക്കുള്ള ദുരൂഹത, അയാൾ അബോധാവസ്ഥയിൽ കിടന്നിട്ടുണ്ടായ സ്ഥലത്ത് അയാളുടെ ചെരുപ്പ്, അതുപോലെ തന്നെ അയാളുടെ ബെൽറ്റ്, അയാളുടെ ശരീരം മുഴുവനും മുറികൾ, ഇതാണ് ഞങ്ങൾക്ക് ദുരൂഹത തോന്നാനുള്ള കാരണം. അയാളുടെ ബണ്ടിൻ്റെ അകത്ത് ഒരു ചെരുപ്പ് ബണ്ടിൻ്റെ അകത്തും ഒരു ചെരുപ്പ് റോഡ് സൈഡുമാണ്. അതുപോലെ തന്നെ അയാളുടെ ബണ്ടിൻ്റെ അകത്ത് ഒരു ലാട്ടി പൊട്ടിയ രീതിയിലാണ് ഉണ്ടായിരുന്നത്. അല്ല, ഞങ്ങൾ പോലീസിനെതിരെ നിൽത്തി ആരോപണം ഉന്നയിക്കുന്നില്ല. ഇതെന്താണ് സംഭവിച്ചതെന്ന് പോലീസ് പറയണം. കാരണം പോലീസ് പെട്ടെന്ന് ആ ഒരു കേസ് സ്വാഭാവിക മരണമാക്കി മാറ്റാൻ പാടില്ല. പോലീസിനെതിരെ കൂടി സംശയമുയർന്ന സാഹചര്യത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.